അധിക പ്രശ്നം മാറില്ലെങ്കിൽ എന്റെ ഒരു അനക്ഡോട്ടും കൂടെ പറഞ്ഞു. ഞാൻ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ നാടകങ്ങൾ മാത്രമേ ചെയ്തിരുന്നത്, കുറച്ച് പരസ്യങ്ങൾ, അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് ചെറിയ പരിപാടികൾ. അപ്പൊ അതിനു മുമ്പ് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തപ്പം എന്തോ അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നി. അഭിനയിക്കുന്നതിനകത്ത് എന്തോ സെറ്റ് ആവുന്നില്ല. അപ്പൊ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ല, സിനിമയായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു, സിനിമ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പോൾ നമ്മുടെ, കാരണം AK സാറാണ് ഡയറക്ട് ചെയ്തത്, സാർ പറഞ്ഞു ഓക്കെയാണ്, എവിടെയോ ഒന്ന് സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് വന്നു. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതിൽ വേറെയും ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ, നാടകം പോലെ ഇത് പെർഫോം ചെയ്യുന്നിടത്തല്ലല്ലോ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത്, ഇതിൽ ഇനി എഡിറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിലൊക്കെ ആയിട്ട് ഇത് ശരിയായിക്കോളും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ വന്നു. അപ്പൊ എന്റെ സജഷനിൽ മമ്മൂക്കയുടെ ഒരു ഷോട്ട് വന്നു, മമ്മൂക്ക അതിൽ പെർഫോം ചെയ്ത് ഓക്കെ, ഞാൻ ഈ ദൂരത്തിൽ നിന്ന് കാണാം മമ്മൂക്ക പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തെറ്റാ, ഈ ചെയ്യുന്ന സാധനം ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് അന്ന് പെർഫോം ചെയ്തപ്പോൾ അതിനകത്ത് ആ കഥയിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളും ആ കഥാപാത്രവും അതിന്റെ ഓരോ മൊമെന്റിൽ അലൈവായിട്ടുണ്ടായിരുന്നു. ഇത് 2015 അവസാനമാണ് സംഭവിക്കുന്നത്, പുതിയ നിയമത്തിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഇത്രയും വർഷവും അന്ന് ആ സംഭവിച്ച കാര്യം ഹാസ് ഗിവൺ മീ എ ഗോൾ ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇനി സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു എയിം ഫോർ. 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചത്താപ്പച്ച എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വാട്ട് വി സൈൻഡ് അപ്പ് ഫോർ വാസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ക്യാമിയോ. മമ്മൂക്ക അവിടെ വന്ന് നിന്നത് ഈ കഥയിൽ നമ്മൾ സർക്കസുകാരനും ഗുസ്തിക്കാരനും എന്നൊക്കെ പറയുന്ന വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട്. He didn't come there as the superstar that he is. He came there as a character that he wanted to play. അത് ഇനി ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് it's something that I will carry again as a goal. So I feel really blessed that this has happened. Thank you so much. I think